ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പീഡന പരാതികളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ സുശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള, അതിന് തൻ്റെ ഇടം കാണിക്കുന്ന, അതിന് മറ്റാരുടെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ സർക്കാരിനുണ്ടെന്നുള്ളതാണ്. അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദമാണ് അത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന നടന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിന് മേൽ ചാർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം ഈ ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരുടെ സ്വകാര്യതയും അവരുടെ അവകാശവും സംരക്ഷിക്കാൻ സർക്കാർ നിന്നു എന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? സത്യത്തിൽ ഇന്ന് രാവിലെ തൊട്ട് വിവിധ വാർത്താ ചാനലുകളിൽ പല പ്രമുഖരുടെയും ബൈറ്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയാകട്ടെ, മുൻ സിനിമാ മന്ത്രിയാകട്ടെ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നടൻ കൂടിയായിട്ടുള്ള മന്ത്രിയാകട്ടെ, BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട MP കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയാകട്ടെ, നിങ്ങൾ ഈ ആളുകളുടെ ഒക്കെ ഒരു റെസ്പോൺസ് ഒന്ന് എടുത്ത് വെച്ചൊന്ന് പരിശോധിക്കണം. സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരായി നിൽക്കുന്ന പലരും, നമ്മുടെ മന്ത്രിമാരായിരിക്കുന്നവർ പോലും സിനിമാ താരങ്ങളെ വെല്ലുന്ന അഭിനയ പ്രഹസന മുഹൂർത്തങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകളിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ആശങ്കയോടുകൂടി പറയാണ്, 2016 പിണറായി സർക്കാർ വരുന്നതായാലും 2021 രണ്ടാം പിണറായി സർക്കാർ വരുന്നതായാലും സ്ത്രീ ശാക്തീകരണം, സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി. ഓർമ്മയുണ്ടാവുക, ഒരു പഞ്ച് ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്, തലയണക്കടിയിൽ ഒരു സ്ത്രീക്കും വാക്കത്തിയൊന്നും വെച്ചിവിടെ ഉറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് ഒരു മന്ത്രി തന്നെ പറയുന്നത്, ഇതുപോലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നടൻ കൂടിയായിട്ടുള്ള മന്ത്രിക്ക് ഈ വിഷയത്തിൽ യാതൊന്നും പ്രതികരിക്കാനേ ഇല്ല. 4.5 വർഷത്തിലധികം സുപ്രധാനമായ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സർക്കാരിനുണ്ടായ താല്പര്യം എന്താണ്? ഈ സിനിമയിലെ, ഞാൻ സംശയിക്കുന്നു, നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, 296 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഏതാണ്ട് 10-61 പേജിലെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പൊതു സമൂഹത്തിലേക്ക് ഇത് തുറന്നു വിട്ടിരിക്കുന്നത്. ഇതിൽ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർ അത് ആരാണെങ്കിലും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗോവിന്ദചാമിമാരായിട്ട് മാത്രമേ അവരെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഗോവിന്ദചാമിയെക്കാളും ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരാണ് ഇവരിൽ പലരും എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, സ്ത്രീക്ക് അവൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സ്ത്രീകൾ ലെഫ്റ്റായി പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്ര ടെറിഫിക് ആണ്, എത്ര ഹൊറിബിൾ ആണെന്നുള്ളതൊന്ന് ആലോചിക്കുക. 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാൻ, ആരുടെ പേര് ഈ സമൂഹത്തിൽ നന്നായിട്ട് നിലനിർത്താനാണ്, ആരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിലനിർത്താനാണ് സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് പറയണം. കുറ്റകരമായിട്ടുള്ള മൗനം അടക്കി വെക്കൽ സർക്കാർ കഴിഞ്ഞ 4.5 വർഷമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരും ഇതിന് അതിനകത്തൊരു പ്രശ്നം നേരത്തെ തന്നെ അത് DGPക്ക് ഈ സർക്കാർ നിർദ്ദേശപ്രകാരം DGP പരാതികളൊക്കെ പരിശോധിക്കുകയും ഇതിലെ ഊരും പേരും ഇല്ലാത്ത പരാതികൾ എങ്ങനെ പരിഗണിക്കും എന്നൊരു വിവരം സർക്കാരിന് DGP നൽകുകയും ചെയ്തു എന്നാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ഹേമയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് മുന്നിൽ സ്ത്രീകൾ വന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് വോളണ്ടറിലി ഒരു പരാതി, ഇപ്പം ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കേസ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി സ്ത്രീകൾ മുന്നിട്ട് വന്നില്ല എന്നുള്ളതാണ് സാങ്കേതികമായിട്ട് ഇവർ കാണുന്നതെങ്കിൽ ഏത് തരത്തിലാണ് സ്ത്രീകളെ വിശ്വാസ്യതയിലെടുത്ത് നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്?
ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ സത്യത്തിൽ ഞാൻ സംശയിക്കുകയാണ്, ഈ സിനിമയിലെ പവർ ലോബി എന്ന് പറയുന്ന ഈ ലോബി ഒരുപക്ഷെ കണ്ട് വായിച്ചതിന് ശേഷമാണോ ഈ ഒരു ഡോക്യുമെന്റ് ഇന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയും സംശയിക്കുകയും ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇരകളുടെ പേര് യാതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല. പക്ഷേ ആരോപണത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ പവർ ലോബിക്ക് ഓൾറെഡി ഇതെല്ലാം ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുകയാണെന്നാണോ? അല്ല, അങ്ങനെ നമ്മൾ സംശയിച്ചാൽ പോലും ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആരുടെ പേര് സംരക്ഷിക്കാൻ അതിന്റെ അർത്ഥം അല്ല ഈ 15-അംഗ പവർ ലോബിക്ക് ഈ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ മേൽ വലിയ സ്വാധീനമുണ്ടെന്നാണോ ശ്രീമതി വീണ താങ്കൾ പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ ചാനലുകളിൽ സംവിധായകൻ വിനയൻ നൽകിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 15-അംഗ പവർ ലോബിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹം ഇന്ന് മന്ത്രിയാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. ഒരു പ്രമുഖ താരം ഈ പവർ ലോബിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയും സീരിയലിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടെയും അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്ന നടൻ മലയാളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നടന്മാർ, ഒരു മഹാനടനാണ്. അദ്ദേഹം ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പണി ചെയ്ത് കുടുംബം പുലർത്താനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ സ്ത്രീകളുടെ ഒരു നിസ്സഹായ അവസ്ഥ സിനിമാ മേഖലയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളോട് പറയൂ എന്ന് ഒരു ജസ്റ്റിസിനെ മുൻനിർത്തി ഒരു അവസരം കൊടുക്കുമ്പോൾ പോലും സ്ത്രീകൾ മ്യൂട്ടായി പോവുകയാണ്.